വാർത്തകൾ തുടരുന്നു. പാലപ്പെട്ടി ബീച്ചിൽ നാട്ടുകാരുടെ സംരക്ഷണത്താൽ വിരിഞ്ഞത് 54 കടലാമ കുഞ്ഞുങ്ങൾ. എടമുട്ടം പാലപ്പെട്ടി ബീച്ചിലാണ് 54 കടലാമ കുഞ്ഞുങ്ങൾ നാട്ടുകാരുടെ സംരക്ഷണത്തോടെ വ്യാഴാഴ്ച വിരിഞ്ഞത്. ജനുവരി 28-നാണ് പാലപ്പെട്ടി ബീച്ചിലെ മത്സ്യത്തൊഴിലാളികളായ കോവിൽ തെക്കേവളപ്പിൽ രതീഷിനും വൈക്കാട്ട് രജീന്ദ്രനും ചാമക്കാല ബീച്ചിൽ നിന്നും 62 കടലാമ മുട്ടകൾ കിട്ടിയത്. തുടർന്ന് ഇവർ ഈ മുട്ടകൾ പാലപ്പെട്ടി ബീച്ചിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. പാലപ്പെട്ടി ബീച്ചിൽ കാറ്റാടി മരങ്ങൾക്കിടയിൽ 1.5 അടിയോളം താഴ്ചയിൽ കുഴിയെടുത്ത് 62 മുട്ടകളും കുഴിച്ചിടുകയായിരുന്നു. പിന്നീട് ഇതിനു ചുറ്റും ഷീറ്റ് കൊണ്ട് മറച്ച് സംരക്ഷണ വലയം തീർക്കുകയും ചെയ്തു. ഇതുകൂടാതെ 150 മുട്ടകൾ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 21-നും ലഭിച്ചു. തുടർന്ന് ഇതിനും സംരക്ഷണം തീർത്തു. കടലിൽ നിന്നും 50 മീറ്റർ അകലെയാണ് മുട്ടകൾ കുഴിച്ചിട്ട് സംരക്ഷിക്കുന്നത്. പാലപ്പെട്ടി ബീച്ച് ദീപാവലി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കടലാമ മുട്ടകൾക്ക് സംരക്ഷണം നൽകി വരുന്നത്. കമ്മിറ്റി അംഗങ്ങളായ കണ്ണൂത്ത് രതീഷ്, ആനന്ദൻ പുതുവീട്ടിൽ, ലജീഷ് വാടപ്പുറത്ത്, ബെൻഡീഷ് കോലാട്ടുപുരയ്ക്കൽ, കണ്ണൻ മന്ത്ര, അബി എന്നിവർ ചേർന്നാണ് സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത്. രാത്രിയിലും പകലും ഒരുപോലെയാണ് മുട്ടകൾ മോഷ്ടിക്കപ്പെടാതെയും നായ്ക്കളും മറ്റും തിന്നാതെയും ഉറക്കം കളഞ്ഞ് ഇവർ കാത്തിരുന്ന് വിരിയിച്ചത്. 2012-ലും അതിനു മുൻപും കടലാമ മുട്ടകൾ ഇവർ വിരിയിച്ചെടുത്തിട്ടുണ്ട്. 62 മുട്ടകളിൽ 54 എണ്ണമാണ് വ്യാഴാഴ്ച വിരിഞ്ഞത്. ഏകദേശം 60 ദിവസമാണ് കടലാമ മുട്ടകൾ വിരിയാനുള്ള കാലയളവ്. എന്നാൽ ഇത്തവണ 50 ദിവസം കൊണ്ടാണ് വിരിഞ്ഞത്. വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കടപ്പുറത്ത് തന്നെ വലിയ ടാങ്ക് പോലെ നിർമ്മിച്ച് കടൽ വെള്ളം ഒഴിച്ച് അതിൽ സംരക്ഷിച്ചിരിക്കുകയാണ്. നാട്ടുകാർക്കും ബീച്ച് സന്ദർശിക്കുവാൻ എത്തുന്നവർക്കും വേണ്ടിയാണ് ഇത്. വെള്ളിയാഴ്ച ഇവയെ കടലിലേക്ക് വിടും. വിരിഞ്ഞ അന്ന് തന്നെ കടലിലേക്ക് വിടാൻ പാടില്ലെന്നും ഒരു ദിവസമെങ്കിലും ഇവിടെ വെള്ളത്തിലിട്ടാൽ മാത്രമേ ഇവയ്ക്ക് നീന്തുവാനുള്ള ശേഷി ഉണ്ടാകൂ എന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നിരവധി പേരാണ് കടലാമ മുട്ട വിരിഞ്ഞതറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നത്. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് കടലാമകൾ മുട്ടയിടാൻ കരയിലെത്തുന്നത്. രാത്രിയിലാണ് ഇവ മുട്ടയിടുക. കടലാമ തന്നെ വലിയ കുഴിയുണ്ടാക്കി അതിൽ മുട്ടയിട്ട് മൂടുകയാണ് ചെയ്യുക. 100 മുതൽ 200 മുട്ടകൾ വരെ ഒറ്റത്തവണ ഇടാറുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പാല പൂക്കുന്ന സമയത്ത് ഇതിന്റെ സുഗന്ധം അറിഞ്ഞാണ് കടലാമകൾ കര തേടി വരുന്നതെന്ന ഒരു വിശ്വാസവും ഉണ്ട്. കടലിന്റെ ഗന്ധവും വ്യതിയാനങ്ങളും മനസ്സിലാക്കുന്ന ഈ തീരദേശവാസികൾക്ക് സഹജീവികളോടുള്ള കാരുണ്യവും ഏറെയാണ്. സഹജീവികളെ സംരക്ഷിക്കുക എന്ന ഒരേ ലക്ഷ്യത്തോടെയാണ് ഇവർ കടലാമ കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ കാത്തിരുന്നത്. കുറുനരികളാലും നായ്ക്കളാലും നശിപ്പിക്കപ്പെടാതെ ഇനിയും ധാരാളം കടലാമ കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ പര്യടനം നടത്തുന്ന ആരോഗ്യ സംരക്ഷണ യാത്രയ്ക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകി. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നൽകിയ സ്വീകരണം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ ചാവക്കാട് നിന്ന് ആരംഭിച്ച ആരോഗ്യ സന്ദേശ യാത്ര അവരുടെ ആശയങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും സന്ദേശവും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ തൃപ്രയാറിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നാട്ടിക പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും വലപ്പാട് CHCയുടെയും നേതൃത്വത്തിൽ ഈ സന്ദേശയാത്രയ്ക്ക് സ്വീകരണം നൽകുകയാണ്. സാഗരത്തിൽ ഡോക്ടർ മാഹിൻ സൂചിപ്പിച്ചതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള ലോകാരോഗ്യ സംഘടനകൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ നോക്കി പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രവും പാരമ്പര്യവും അവകാശപ്പെടാവുന്ന സംസ്ഥാനമാണ് നമ്മുടെ. എന്നാൽ സമീപകാല ചരിത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരോഗ്യ കേരളത്തെ വളരെയേറെ ആശങ്കയോടും വെല്ലുവിളിയോടും കൂടി നോക്കിക്കാണുന്ന ഒരു കാലത്താണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. MV വിമൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ VR വിജയൻ, ലിജി നിതിൻ, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി മാധവൻ, വലപ്പാട് പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ ബാബു, ഫാത്തിമ സലീം, ഡോക്ടർ NA മാഹിൻ, ഡോക്ടർ സിയോസ്, TP ഹനീഷ് കുമാർ, ഹെൽത്ത് ഉദ്യോഗസ്ഥർ, ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ നടത്തിയ നാടകവും ആരോഗ്യ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി. കഴിമ്പ്രം ബീച്ചിലെ ഹൈമാസ്റ്റ് ലൈറ്റ് കത്തിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാന്തൽ വിളക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ റാന്തൽ കത്തിച്ച് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇത് MLAയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് കത്താതായിട്ട് 3 മാസത്തിൽ അധികം കഴിഞ്ഞിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ആണ് ഇതിന്റെ ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നു, MLA ആണ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ MLAക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ഉള്ള സമയം നമുക്കൊക്കെ അറിയാം. നിയമസഭയിൽ കടിക്കാനും പിച്ചാനും മാന്താനും നുള്ളാനുമൊക്കെ MLAക്ക് സമയമുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടതിന് ശേഷം ഇത്ര നാളുകളായിട്ട് പോലും 4 വർഷം കഴിഞ്ഞിട്ട് പോലും MLA എന്ന് പറയുന്ന വ്യക്തിയെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല.
യൂത്ത് കോൺഗ്രസ് വളപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ അറക്കൽ, TJ ആനന്ദൻ, ഉണ്ണികൃഷ്ണൻ ചാണാടി, വൈശാഖ് വേണുഗോപാൽ, സുബിൻ പട്ടാലി, അജ്മൽ ഷെരീഫ്, സുദേവ് കഴിമ്പ്രം, ബിനോയലാൽ, ശ്യാംചന്ദ്രൻ നെടിയിരിപ്പിൽ, പ്രിൻസ് പാലപ്പെട്ടി, സുവിത്ത് കുന്തറ എന്നിവർ സംസാരിച്ചു. നാട്ടിക ആയിക്കിരി ശ്രീ ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് ഉത്സവാഘോഷം ഭക്തിനിർഭരമായി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, നവശക്തി ഹോമം, ലളിത സഹസ്രനാമജപം, എഴുന്നള്ളിപ്പ്, ബ്രഹ്മകലശാഭിഷേകം, ഉച്ചയ്ക്ക് അമൃതഭോജനം എന്നിവയും വൈകിട്ട് പകൽപൂരവും നടന്നു. മേള കലാകാരന്മാരായ മേളശ്രീ പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാർ ഒന്നിച്ചണിനിരന്നുള്ള മേളം ആസ്വാദകർക്ക് വിസ്മയമായി. പഞ്ചവാദ്യത്തിന് മച്ചാട് രാജനും പാണ്ടിമേളത്തിന് ശുഗപുരം ദിലീപ്, ജനാർദ്ദനൻ ഐനിപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരുന്നു. രാത്രി പ്രസാദ വിതരണം, ഡബിൾ തായമ്പക, പുലർച്ചെ താലപ്പൊലിയോടെയുള്ള എഴുന്നള്ളിപ്പ്, മംഗളപൂജ എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. നിരവധി പേർ ഉത്സവാഘോഷത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. CPM-ന്റെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലത്ത് EMS AKG അനുസ്മരണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെ ചെന്താപ്പിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. പാലപ്പെട്ടി ബീച്ചിൽ നാട്ടുകാരുടെ സംരക്ഷണത്താൽ വിരിഞ്ഞത് 54 കടലാമ കുഞ്ഞുങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.